നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ട്. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന്റെ തെളിവ് പുറത്തുവിട്ട് ഇന്ത്യ. ആക്രമണത്തിന് ശേഷമുള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. കൊടും ഭീകരരെ പരിശീലിപ്പിച്ച മുരിദ്കെ തകർത്തു. പുൽവാമ ആക്രമണം നടത്തിയവരെയും കാണ്ഡഹാർ വിമാനം റാഞ്ചിയവരെയും വധിക്കാനായെന്ന് സൈന്യം. വെടിനിർത്തലിന് അഭ്യർത്ഥിച്ച് പാകിസ്ഥാൻ. പാക് DGMOയുമായി നാളെ വീണ്ടും ചർച്ചയെന്നും ഓപ്പറേഷൻ സിന്ദൂർ ലക്ഷ്യം വെച്ചത് ഭീകരരെ മാത്രമെന്നും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സേനാ തലവന്മാർ. ഇന്ത്യ പാക് വെടിനിർത്തലിന് നിർണായകമായത് പാകിസ്ഥാന് ഇന്ത്യ നൽകിയ കനത്ത പ്രഹരം. പാകിസ്ഥാൻ വ്യോമസേന താവളങ്ങളുടെ റൺവേ അടക്കം തകർത്തു. ഇന്ത്യ മാരകായുധം പ്രയോഗിച്ചത് ജെയ്ഷ് മുഹമ്മദ് കേന്ദ്രം തകർക്കാൻ. ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച ദിവസം തന്നെ ഇന്ത്യ ചർച്ചയ്ക്ക് തയ്യാറെന്ന് അറിയിച്ചുവെന്നും റിപ്പോർട്ട്. ഭീകരരെ പിന്തുടർന്ന് വേട്ടയാടുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. റാവൽപിണ്ടി ആക്രമിച്ചെന്ന സ്ഥിരീകരണം. നിലവിലെ സാഹചര്യം വിലയിരുത്തി പ്രധാനമന്ത്രി. 3 സേനാ മേധാവിമാരുമായി കൂടിക്കാഴ്ച നടത്തി. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് വ്യോമസേന. വെടിനിർത്തലിന് പിന്നാലെ അതിർത്തികൾ ശാന്തം. അതീവ ജാഗ്രത. കശ്മീർ, രാജസ്ഥാൻ, ഗുജറാത്ത് അതിർത്തികളിൽ നിരീക്ഷണം തുടരും. പഞ്ചാബിലെ അമൃത്സറിൽ നിയന്ത്രണം തുടരുന്നു. ജാഗ്രതയോടെ സൈന്യം. പാകിസ്ഥാന്റെ തുടർ നീക്കം നിരീക്ഷിച്ച് ഇന്ത്യ. ഇന്ത്യ പാക് വെടിനിർത്തലിൽ സന്തോഷമെന്ന് മാർപ്പാപ്പ. സമാധാനത്തിന്റെ സന്ദേശം ലോകമെങ്ങും പരക്കട്ടെ എന്ന് ലിയോ 14 മാർപ്പാപ്പ. ലോകത്തിലെ പല ഭാഗങ്ങളിലുമുള്ള സംഘർഷങ്ങൾക്കും അയവ് വരട്ടെയെന്നും ആദ്യ അഭിസംബോധനയിൽ മാർപ്പാപ്പ. വാർത്തകൾ വിശദമായി നോക്കാം. ഓപ്പറേഷൻ സിന്ദൂറിൽ ലക്ഷ്യം വെച്ചത് തീവ്രവാദികളെ മാത്രമാണെന്ന് പ്രതിരോധ സേന. 9 ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു. 100-ലധികം ഭീകരരെ വധിച്ചു. പുൽവാമ ഭീകരാക്രമണത്തിലും കാണ്ഡഹാർ വിമാന റാഞ്ചലിലും ഭാഗമായ കൊടും തീവ്രവാദികളെ ഇല്ലാതാക്കാനായി. ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്ന് പ്രതിരോധ സേന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യ നേരിട്ട ആക്രമണങ്ങളെക്കുറിച്ചും രാജ്യം നൽകിയ തിരിച്ചടികളെക്കുറിച്ചുമുള്ള ദൃശ്യം കാണിച്ചുകൊണ്ടായിരുന്നു വാർത്താ സമ്മേളനം ആരംഭിച്ചത്. കൊടും ഭീകരരെ പരിശീലിപ്പിച്ച മുരിദ്കെ തകർത്തുവെന്നും പുൽവാമ ആക്രമണം നടത്തിയവരെയും കാണ്ഡഹാർ വിമാനം റാഞ്ചിയവരെയും വധിക്കാനായെന്നും സൈന്യം പറഞ്ഞു. വെടിനിർത്തലിന് അഭ്യർത്ഥിച്ച് പാകിസ്ഥാനാണെന്നും പാക് DGMOയുമായി നാളെ വീണ്ടും ചർച്ചയെന്നും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സേനാ തലവന്മാർ വ്യക്തമാക്കി. All these waves were neutralized by our trained crew using the air defense systems that they have, and also some of them were utilized using our legacy systems like Pechoras and IF Summer, which we have recently acquired. And some were neutralized by the Garud snipers. There was no damage on ground from these incursions and these mass raids, if I could call them, from the Pakistani side. പാകിസ്ഥാന് ഇന്ത്യ നൽകിയ പ്രഹരം വെടിനിർത്തലിൽ നിർണായകമായെന്ന റിപ്പോർട്ട്. ഇന്ത്യയുടെ ആക്രമണങ്ങളെല്ലാം കൃത്യതയോടെയാണ് നടന്നത്. ജെയ്ഷെ മുഹമ്മദ് കേന്ദ്രം ആക്രമിക്കാനാണ് ഏറ്റവും മാരകമായ ആയുധം ഇന്ത്യ പ്രയോഗിച്ചത്. പാകിസ്ഥാനിലെ റഹീം യാൻ ഖാൻ വ്യോമതാവളത്തിൻ്റേതുൾപ്പെടെ വ്യോമസേനാ താവളങ്ങളുടെ റൺവേ അടക്കം തകർത്തു. ഇതിന് പിന്നാലെയാണ് വെടിനിർത്താനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ തുടങ്ങിയത്. തീവ്രവാദികളെ കൈമാറുന്നതൊഴിച്ച് മറ്റൊരു വിഷയത്തിലും പാകിസ്ഥാനുമായി ചർച്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് ഇന്ത്യ. ഇന്ത്യ പാക് പ്രശ്നത്തിൽ ആരുടെയും മധ്യസ്ഥത ആവശ്യമില്ലെന്നും രാജ്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീകരരെ അവരുടെ ആസ്ഥാനത്ത് തന്നെ നശിപ്പിക്കുമെന്ന നയവും നടപ്പിലാക്കി. ഭീകരത അവസാനിപ്പിക്കാതെ നദീജല കരാർ മരവിപ്പിച്ചത് പുനഃപരിശോധിക്കില്ലെന്നും രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ല എന്ന നിലപാടിലാണ് ഇന്ത്യ. പാക് സൈന്യത്തിന്റെ റാവൽപിണ്ടിയിലെ കമാൻഡ് സെന്ററിൽ ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂർ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകം. സിവിലിയൻ മേഖലകളെ ആക്രമിച്ചിട്ടില്ലെന്ന് പറഞ്ഞ പ്രതിരോധ മന്ത്രി ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ ക്ഷമത ലോകം കണ്ടുവെന്നും പറഞ്ഞു. हमने केवल सीमा से सटे सैन्य ठिकानों पर ही नहीं कार्रवाई की, बल्कि भारत की सेनाओं की धमक उस रावलपिंडी तक सुनी गई, जहां पाकिस्तानी फौज का हेडक्वार्टर मौजूद है। दुनिया देख रही है
कि जब भारत ने पाकिस्तान के भीतर घुसकर मल्टीपल स्ट्राइक्स की हैं। പെഹൽഗാമിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെ പലയിടങ്ങളിലും ഇന്ത്യ ആക്രമണം നടത്തിയെന്ന് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുകയാണ്. ഭീകരർക്കുള്ള ശക്തമായ താക്കീതാണിതെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഭീകരവാദ കേന്ദ്രങ്ങൾ സുരക്ഷിതമല്ലെന്ന് പാകിസ്ഥാന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയെന്നും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. जिन भारत विरोधी और आतंकी संगठनों ने भारत माता के मस्तक पर हमला करके कई परिवारों के सिंदूर मिटाए थे, उन्हें भारतीय सेना ने ऑपरेशन सिंदूर के माध्यम से इंसाफ दिलाने का काम किया है और इसके लिए आज सारा देश भारतीय सेनाओं का अभिनंदन कर रहा है. ऑपरेशन सिंदूर सिर्फ एक सैन्य कार्रवाई भर नहीं है, बल्कि भारत की राजनैतिक, सामाजिक और सामरिक इच्छा शक्ति का प्रतीक है. यह ऑपरेशन आतंकवाद के खिलाफ भारत की दृढ़ इच्छा शक्ति का और सैन्य शक्ति की क्षमता और संकल्प शक्ति का भी प्रदर्शन है. ഭീകരർ എവിടെ വരെ ഓടിയാലും ഇന്ത്യ പിന്തുടർന്ന് വേട്ടയാടും. പാകിസ്ഥാനിലെ ഒരു ജനവാസ മേഖലകളെയും ഉന്നമിട്ട് ഇന്ത്യ ആക്രമണം നടത്തിയിട്ടില്ലെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. ലഖ്നൌവിലെ പുതിയ ബ്രഹ്മോസ് നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രതിരോധ മന്ത്രി. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇന്ത്യ പാക് വെടിനിർത്തലിൽ അമേരിക്കൻ ഇടപെടൽ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുവെന്ന് കോൺഗ്രസ്. ആദ്യം യുഎസും പിന്നീട് കേന്ദ്ര സർക്കാരും പ്രഖ്യാപിച്ച വെടിനിർത്തൽ ധാരണയെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഇന്ത്യ പാക് തർക്കത്തിൽ മൂന്നാം കക്ഷി ഇടപെടലിന് രാജ്യം അനുവദിച്ചോ എന്നത് വ്യക്തമാക്കണമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആവശ്യപ്പെട്ടു. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിലെത്തിയ സാഹചര്യത്തെ 1971 ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടവുമായി താരതമ്യം ചെയ്യേണ്ടതില്ലെന്ന് കോൺഗ്രസ് MP ശശി തരൂർ. 1971 ഇന്ദിരാഗാന്ധിയുടെ നടപടിയിൽ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ താൻ ഒരുപാട് അഭിമാനിക്കുന്നു. നിലവിലെ സാഹചര്യം 1971 നിന്നും വ്യത്യസ്തമാണ്. ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ അയച്ചവരെ പാഠം പഠിപ്പിക്കുക എന്നതാണ് ഇന്നത്തെ പോരാട്ടത്തിന്റെ ലക്ഷ്യം. ആ പാഠം അവരെ പഠിപ്പിച്ചു കഴിഞ്ഞു. അല്ലാതെ ഇത് തുടർന്നു കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഒരു യുദ്ധമല്ലെന്നും തരൂർ വ്യക്തമാക്കി. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണയെ സ്വാഗതം ചെയ്ത ലിയോ 14 മാർപ്പാപ്പ സമാധാനത്തിന്റെ വിസ്മയം ലോകത്തിന് പ്രദാനം ചെയ്യാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. ലോകമെമ്പാടുമുള്ള സംഘർഷങ്ങൾക്ക് അയവുണ്ടാകണമെന്നും സമാധാനത്തിന്റെ സന്ദേശം ലോകമെങ്ങും വ്യാപിക്കണമെന്നും തന്റെ ആദ്യ അഭിസംബോധനയിൽ മാർപ്പാപ്പ പറഞ്ഞു. കൂടുതൽ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈൻ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെപ്പറ്റി മാർപ്പാപ്പ തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു. യുദ്ധം ലോകത്തിന് വേണ്ട, എല്ലായിടത്തും സമാധാനം പുലരുന്ന ലോകത്തിനായി പ്രത്യാശിക്കാം. ലിയോ 14 മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. Il fatto che la prima domenica del mio servizio come vescovo di Roma sia quella del buon pastore, la quarta del tempo di Pasqua. In questa domenica sempre si proclama nella messa il Vangelo di Giovanni al capitolo 10. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തടിച്ചുകൂടിയ വൻ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുന്ന വേളയിൽ ഗാസയിലെ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് മാനുഷിക സഹായം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചുമതലയേറ്റ ശേഷമുള്ള തന്റെ ആദ്യത്തെ ഞായറാഴ്ച കുർബാനയിലായിരുന്നു മാർപ്പാപ്പയുടെ പരാമർശം. മൺമറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അതേ നിലപാടുകൾ തന്നെയാണ് പിൻഗാമിയായ തന്റേതെന്നും ഉറപ്പിക്കുന്ന വാക്കുകളായിരുന്നു ലിയോ മാർപ്പാപ്പയുടേതും. ലോകത്തെ നശിപ്പിക്കുന്ന സംഘർഷങ്ങളെ അപലപിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളും ലിയോ മാർപ്പാപ്പ ഉദ്ധരിച്ചു. ഇനിയൊരു യുദ്ധം ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ലോകമെങ്ങും സമാധാനമെന്ന അത്ഭുതം സംഭവിക്കാനായി താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്നും കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കശ്മീരിന്റെ കാര്യത്തിൽ ആരും മധ്യസ്ഥത വഹിക്കുന്നതിൽ താൽപര്യമില്ലെന്ന് വ്യക്തമാക്കി ഇന്ത്യ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദീർഘകാലമായി നിലനിൽക്കുന്ന കശ്മീർ തർക്കത്തിൽ ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ മധ്യസ്ഥത വഹിക്കാൻ സന്നദ്ധ അറിയിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ പ്രതികരണം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ട്രംപിന്റെ വാഗ്ദാനത്തെ സ്വാഗതം ചെയ്യുകയും അതിനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുകയും നന്ദി പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ഇക്കാര്യത്തിൽ മൂന്നാമതൊരു കക്ഷിയുടെ മധ്യസ്ഥത ആവശ്യമില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ. പാക് ഡ്രോൺ ആക്രമണത്തിൽ 2 സൈനികർക്ക് വീരമൃത്യു. ഉധംപൂരിലെ സൈനിക കേന്ദ്രത്തിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർക്കുന്നതിനിടയിലാണ് സൈനികർക്ക് ജീവൻ നഷ്ടമായത്. കാവൽ നിന്ന BSF സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഇംതിയാസ്, വ്യോമസേനയിൽ മെഡിക്കൽ സർജനായി സേവനം അനുഷ്ഠിച്ചിരുന്ന രാജസ്ഥാൻ സ്വദേശി സുരേന്ദ്ര സിംഗ് മോഗ എന്നിവരാണ് വീരമൃത്യു വരിച്ചത്. വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ശനിയാഴ്ച പുലർച്ചെയാണ് വ്യോമതാവളത്തിന് നേരെ ആക്രമണം ഉണ്ടായത്.
ഇനി ഗൾഫ് വാർത്തകൾ നോക്കാം. ദുബായിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഉൾപ്പെടുന്ന അൽ ഷിന്തഗ കോറിഡോർ പ്രോജക്ടിന്റെ പ്രധാന ഭാഗം പൂർത്തിയാക്കി. ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി 18 കിലോമീറ്ററിലേറെ ദൈർഘ്യം വരുന്ന തുരങ്കപാതകളും പാലങ്ങളും ഉൾപ്പെടുന്ന ബർ ദുബായി ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ദുബായ് RTA സമയബന്ധിതമായി പൂർത്തിയാക്കിയത്. അനുനിമിഷം വളരുന്ന ദുബായ് നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ പ്രധാനപ്പെട്ടതാണ് അൽ ഷിന്തഗ കോറിഡോർ പ്രൊജക്ട്. പദ്ധതിയുടെ ഭാഗമായുള്ള ബർദുബായ് സൈഡിലെ ഷെയ്ഖ് റാഷിദ് റോഡിന്റെയും അൽമിന സ്ട്രീറ്റ് ഇന്റർസെക്ഷന്റെയും ഭാഗമായുള്ള പാലമാണ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തത്. ഇതോടെ അൽഗർഹൂദ് റോഡിലൂടെ ഇൻഫിനിറ്റി പാലത്തിലേക്കും വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് ഭാഗത്തേക്കുമുള്ള ഗതാഗതം കൂടുതൽ സുഗമമായി. ഇതുവഴിയുള്ള ഗതാഗത സമയം 104 മിനിറ്റിൽ നിന്നും 16 മിനിറ്റായി കുറയും. 3 കിലോമീറ്ററിലേറെ നീളമുള്ളതാണ് ഇപ്പോൾ ഗതാഗതത്തിന് തുറന്നുകൊടുത്ത പാലം. മണിക്കൂറിൽ 19,400 വാഹനങ്ങൾക്ക് ഇതിലൂടെ സഞ്ചരിക്കാനാകും. 18 കിലോമീറ്ററിലേറെ ദൈർഘ്യം വരുന്ന തുരങ്കപാതകളും പാലങ്ങളും ഇന്റർസെക്ഷനുകളും ഉൾപ്പെടുന്ന വൻ വികസന പദ്ധതിയാണ് അൽ ഷിന്തഗ കോറിഡോർ പ്രൊജക്ട്. ദേറ, ബർദുബായ്, പോർട്ട് റാഷിദ്, ദുബായ് ഐലൻഡ്സ്, ദുബായ് മാരിടൈം സിറ്റി എന്നീ പ്രദേശങ്ങളിലെ 10 ലക്ഷത്തിലേറെ വരുന്ന താമസക്കാർക്കും യാത്രക്കാർക്കും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ലോകോത്തര നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തിയാക്കുന്നതിൽ ദുബായ് RTA നിശ്ചയദാർഢ്യത്തിന്റെ പ്രതിഫലനമാണ് അൽ ഷിന്തഗ കോറിഡോർ പ്രൊജക്ട് എന്ന് ദുബായ് RTA ഡയറക്ടർ ജനറലും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയർമാനുമായ മദർ അൽ തയ്യാർ പറഞ്ഞു. അമൃത ന്യൂസ്, ദുബായ്. അനാവശ്യമായി ഹോൺ മുഴക്കുന്നതുൾപ്പെടെ വാഹനങ്ങളിൽ നിന്നുമുള്ള ശബ്ദ മലിനീകരണം സംബന്ധിച്ച നിയമലംഘനങ്ങളുടെ കണക്ക് പുറത്തുവിട്ട് UAE ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ വർഷം രാജ്യമൊട്ടാകെ ശബ്ദ മലിനീകരണം മൂലമുള്ള 7000-ലേറെ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. താമസയിടങ്ങളിൽ അനാവശ്യമായി ഹോൺ മുഴക്കുക, അമിതമായ ശബ്ദത്തിൽ പാട്ടുവെക്കുക എന്നിവ സംബന്ധിച്ച പരാതികളിൽ 3504 കേസുകളും എഞ്ചിൻ മോഡിഫിക്കേഷൻ മൂലമുള്ള ശബ്ദ മലിനീകരണത്തിന് 4168 കേസുകളും രജിസ്റ്റർ ചെയ്തു. 2000 ദിർഹം പിഴയും 12 ബ്ലാക്ക് പോയിന്റുകളുമാണ് ശിക്ഷ. അനുമതിയില്ലാതെ വാഹന എഞ്ചിനിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ വരുത്തിയാൽ 1000 ദിർഹം പിഴയും 12 ബ്ലാക്ക് പോയിന്റുകളും ശിക്ഷ ലഭിക്കും. വാഹനം 30 ദിവസത്തേക്ക് കണ്ടുകെട്ടുകയും ചെയ്യും. പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ തിരികെ ലഭിക്കാൻ അബുദാബിയിൽ 10,000 ദിർഹം അടയ്ക്കുകയും വേണം. കുവൈറ്റിൽ അനധികൃതമായ സംഭാവനകൾ പിരിക്കുന്നവർക്കെതിരെ കർശന നിരീക്ഷണവുമായി ആഭ്യന്തര മന്ത്രാലയം. നിലവിൽ ജീവകാരുണ്യ സംഘടനകൾക്ക് സംഭാവനകൾ പിരിക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വ്യക്തിപരമായും ഗ്രൂപ്പുകൾ, സ്ഥാപനങ്ങൾ എന്നിവ വഴിയും ഏത് തരത്തിലുള്ള സംഭാവനകൾ പിരിക്കുന്നതും സ്വീകരിക്കുന്നതും ശിക്ഷാർഹമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. വാട്സാപ്പ് പോലുള്ള സോഷ്യൽ മീഡിയയിൽ സംഭാവനകൾക്ക് ആഹ്വാനം നൽകുന്നതും കുറ്റകരമാണ്. വാംഡ്, ഇലക്ട്രോണിക് ലിങ്ക് മുതലായ സേവനങ്ങൾ വഴി പണം അയക്കുന്നതും കൈമാറുന്നതും നിരീക്ഷിച്ചു വരികയാണെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴി പണപ്പിരിവ് നടത്തിയ പള്ളി ഇമാമിനെയും മതപ്രഭാഷകനെയും 2 ദിവസം മുൻപ് സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തതായും അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ വിദേശികളുടെ സിവിൽ ID കാർഡുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിലാസം മാറ്റുന്നതിന് പുതിയ സേവനവുമായി ഏകീകൃത ഗവൺമെന്റ് സർവീസസ് ആപ്ലിക്കേഷനായ സഹലാബ്. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ അധികൃതർ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതുപ്രകാരം വിദേശികൾക്ക് സിവിൽ IDയിലെ നിലവിലെ മേൽവിലാസം സഹലാപ്പ് വഴി മാറ്റുവാനും അപ്ഡേറ്റ് ചെയ്യുവാനും സാധിക്കും. ഇതുവരെ ഇതിനായി മുൻകൂർ അപ്പോയിന്റ്മെന്റ് നേടിയ ശേഷം ബന്ധപ്പെട്ട ഓഫീസിൽ നേരിട്ട് ഹാജരായ ശേഷം മാത്രമായിരുന്നു നടപടികൾ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നത്. മാത്രവുമല്ല, അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്നതിന് ഏറെ കാലതാമസം നേരിടുകയും ചെയ്തിരുന്നു. അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് കുവൈറ്റിലെ ഇന്ത്യൻ നഴ്സസിന്റെ സംഘടനയായ ഇന്ത്യൻ നഴ്സസ് ഫെഡറേഷൻ ഓഫ് കുവൈറ്റ് ഫ്ലോറൻസ് ഫിയസ്റ്റ 2025 എന്ന പേരിൽ നഴ്സസ് ദിനാഘോഷം സംഘടിപ്പിച്ചു. ആധുനിക നഴ്സിംഗ് അടിത്തറ പാകിയ ഫ്ലോറൻസ് നൈറ്റിംഗിലെ ജന്മദിനത്തോടനുബന്ധിച്ച് ആസ്പയർ സ്കൂൾ ജലീബിൽ നടന്ന പരിപാടിയിൽ ഇൻഫോക് സെക്രട്ടറി ജോബി ജോസഫ് സ്വാഗതം ആശംസിച്ചു. പൊതുസമ്മേളനത്തിൽ ഡോക്ടർ മുസ്തഫ അൽ മൊസാവി മുഖ്യാതിഥിയായിരുന്നു. ഇൻഫോക് പ്രസിഡന്റ് വിജേഷ് വേലായുധൻ ഇൻഫോക്കിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. കുവൈറ്റ് നഴ്സിംഗ് സർവീസസ് ഡയറക്ടറെ പ്രതിനിധീകരിച്ച് മാഡം ദലീല കരീം ഇന്ത്യൻ നഴ്സുമാരുടെ പ്രവർത്തന മികവിനെ പ്രശംസിച്ച് സംസാരിച്ചു. മെട്രോ മെഡിക്കൽ കെയർ MD ഹംസ പയ്യന്നൂർ, ഇൻഫോക് ട്രഷറർ മുഹമ്മദ് ഷാ എന്നിവർ ആശംസകൾ നേർന്നു. ദീർഘകാലം കുവൈറ്റിൽ സേവനമനുഷ്ഠിച്ച സീനിയർ നഴ്സുമാരെ നൈറ്റിംഗേൽ അവാർഡ് നൽകി ആദരിച്ചു. ദീർഘകാലം കുവൈറ്റിൽ സേവനമനുഷ്ഠിച്ച സീനിയർ നഴ്സിംഗിനെ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പ്രമുഖ സ്വർണ്ണാഭരണ ബ്രാൻഡായ ഭീമ UAEയിൽ സൂപ്പർ വുമൺ ടോസ്റ്റ് മാസ്റ്റർ ക്ലബിന് തുടക്കം കുറിച്ചു. സ്ത്രീകൾക്ക് മുഖ്യധാരയിലേക്ക് കടന്നുവരാനും പൊതുസഭകളിൽ സംസാരിക്കാനുമുള്ള അവസരമൊരുക്കുകയാണ് ക്ലബിന്റെ ഉദ്ദേശം. ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണലിന്റെ ഭാഗമായാണ് ഭീമ സൂപ്പർ വുമൺ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്ബ് പ്രവർത്തിക്കുക. കഴിഞ്ഞ 3 വർഷങ്ങളിലെ ഭീമ സൂപ്പർ വുമൺ
മത്സരാർത്ഥികളും ക്ലബിന്റെ ഭാഗമാണ്. UAE മുന്നോട്ട് വയ്ക്കുന്ന സ്ത്രീ ശാക്തീകരണ പദ്ധതികൾക്കൊപ്പം ചേർന്ന് പോകുന്നതാണ് ഭീമ സൂപ്പർ വുമൺ ടോസ്റ്റ്മാസ്റ്റേഴ്സ് ക്ലബ്ബ്. ഭീമ ജ്വല്ലറിയുടെ 100ാം വാർഷികാഘോഷങ്ങളുടെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും ഭാഗമായാണ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചതെന്ന് ഡയറക്ടർ യു നാഗരാജ റാവു പറഞ്ഞു. ടോസ്റ്റ്മാസ്റ്റേഴ്സ് ക്ലബ്ബ് പ്രതിനിധികളും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജിദ്ദ സഫയർ മലയാളി കൂട്ടായ്മ സംഘടിപ്പിച്ച മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോ ഈശൽ പൊലിമ ഗ്രാൻഡ് ഫിനാലെ സീസൺ 1 ഗംഭീരമായി സമാപിച്ചു. പരിപാടി ജിദ്ദയ്ക്ക് നവ്യ അനുഭവമായി മാറി. ജിദ്ദ സർഫിയ ലക്കി ദർബാർ ഓഡിറ്റോറിയത്തിൽ നടന്ന മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോയിൽ കടുത്ത മത്സരമായിരുന്നു നടന്നത്. സീനിയർ വിഭാഗത്തിൽ നടന്ന മത്സരത്തിൽ ഷിബിലി വേങ്ങർ 1ാം സ്ഥാനം കരസ്ഥമാക്കി. റമീസ് റഷീദ് 2ാം സ്ഥാനവും മുഹമ്മദ് യാസിൻ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ജൂനിയർ വിഭാഗത്തിൽ നടന്ന മത്സരത്തിൽ ലയ മുജീബ് 1ാം സ്ഥാനവും അഫീഫ, ഫഹിഹ സാജു എന്നിവർ യഥാക്രമം 2, 3 സ്ഥാനങ്ങൾ നേടി. മിർഷ ഷെരീഫ്, ജമാൽ പാഷ, മുംതാസ് അബ്ദുറഹ്മാൻ എന്നിവർ വിധികർത്താക്കളായിരുന്നു. പരിപാടിയിൽ നടന്ന മുട്ടിപ്പാട്ടും ഒപ്പനകളും ചടങ്ങിന് കൊഴുപ്പേകി. അബ്ദുറസാഖ് മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി. ചെയർമാൻ അഷ്റഫ് ചുക്കാൻ അധ്യക്ഷത വഹിച്ചു. സലാം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുജഫർ ഇരിക്കുളങ്ങര, ബാദുഷ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ റോസ് വണ്ടൂരിനെ ആദരിച്ചു. ശ്രീധ അനിൽകുമാർ വരച്ച മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ പെൻസിൽ ഡ്രോയിങ് പ്രകാശന കർമ്മം നടത്തുകയും ചെയ്തു. സുൽഫിഖർ റോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. KPCCയുടെ പുതിയ അധ്യക്ഷനായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നാളെ സ്ഥാനമേൽക്കും. രാവിലെ 9:30 KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് ചടങ്ങ്. സണ്ണി ജോസഫിനെ കൂടാതെ പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരും UDF കൺവീനറായി അടൂർ പ്രകാശും നാളെ നടക്കുന്ന ചടങ്ങിൽ ചുമതലയേൽക്കും. രാവിലെ 9:30 KPCC ആസ്ഥാനമായ തിരുവനന്തപുരം ഇന്ദിരാഭവനിൽ നടക്കുന്ന ചടങ്ങിലാണ് KPCC അധ്യക്ഷൻ K സുധാകരനിൽ നിന്നും പുതിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ചുമതല ഏറ്റെടുക്കുന്നത്. AICC ജനറൽ സെക്രട്ടറിയും സംസ്ഥാനത്ത് പാർട്ടിയുടെ ചുമതലയുമുള്ള ദീപാദാസ് മുൻഷി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവരും മുതിർന്ന നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും. വർക്കിംഗ് പ്രസിഡന്റുമാരായി നിയമിച്ച PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവരും ഇതോടൊപ്പം ചുമതലയേൽക്കും. രാജ്യാതിർത്തിയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളില്ലാതെയാണ് ചടങ്ങ് നടക്കുന്നത്. MM ഹസന് പകരം പുതിയ UDF കൺവീനറായി അടൂർ പ്രകാശും ചുമതലയേൽക്കും. കോൺഗ്രസിന് പുതിയ നേതൃത്വമാകുന്നതോടെ KPCC DCC നേതൃനിരയിലും കാര്യമായ മാറ്റമുണ്ടാകും. എല്ലാ DCC പ്രസിഡന്റുമാരെയും പ്രവർത്തന മികവിന്റെ വിലയിരുത്തലിൽ മാറ്റാനാണ് തീരുമാനം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാനത്ത് കോൺഗ്രസിന് ശക്തമായ നേതൃനിരയെ തയ്യാറാക്കാനാണ് AICCയുടെ ശ്രമം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എല്ലാവരുടെയും സഹകരണത്തോടെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കൊല്ലത്ത് പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി R ശങ്കറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം. എന്നാൽ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രതികരിക്കാൻ പുതിയ KPCC പ്രസിഡന്റ് തയ്യാറായില്ല. മറുപടിയില്ല, അങ്ങനെയല്ല പറഞ്ഞത്. ഇത് പത്രസമ്മേളനം, എന്തിനാണ് വെറുതെ? ഞങ്ങളെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളായി നിശ്ചയിച്ചതിനെ തുടർന്ന് നാളെ രാവിലെ AICC നേതൃത്വത്തിൻ്റെയും കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമുന്നത നേതൃത്വത്തിൻ്റെയും സാന്നിധ്യത്തിൽ ഞങ്ങൾ നാളെ ചുമതലയേറ്റെടുക്കുകയാണ്. ആ മഹാരഥന്മാരുടെ ഓർമ്മകൾ ഞങ്ങൾക്ക് കരുത്തു പകരും. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഊർജ്ജസ്വലമായ മുന്നേറ്റത്തിന് അത് പ്രചോദനം നൽകും എന്ന പൂർണ്ണ വിശ്വാസത്തിൽ ഞങ്ങളുടെ ചുമതല. കോഴിക്കോട് വടകരയിൽ വാഹനാപകടത്തിൽ 4 പേർ മരിച്ചു. വടകര ദേശീയപാതയിൽ മൂരാട് പാലത്തിന് സമീപം കാറും ട്രാവലർ വാനും കൂട്ടിയിടിച്ചാണ് കാർ യാത്രക്കാരായ 4 പേർ മരിച്ചത്. കാറിലുണ്ടായിരുന്ന മറ്റ് 2 പേർ പരിക്കുകളോടെ ചികിത്സയിലാണ്. ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് വടകര മൂരാട് പാലത്തിന് സമീപം അപകടമുണ്ടായത്. അയൽവാസികളും ബന്ധുക്കളുമായ 6 യാത്രക്കാരാണ് കാറിലുണ്ടായിരുന്നത്. അഴിയൂരിൽ നിന്ന് കോഴിക്കോട് കോവൂരിലെ വിവാഹ വീട്ടിലേക്ക് പോകുകയായിരുന്നു ഇവർ. കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കർണാടക രജിസ്ട്രേഷൻ ട്രാവലറുമായി കാർ നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു.
അപകടത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. കാറിലുണ്ടായിരുന്ന ന്യൂമാഹി സ്വദേശിനി റോജ, പുന്നോൽ സ്വദേശിനി ജയവല്ലി, അഴിയൂർ സ്വദേശിനി രഞ്ജി, മാഹി സ്വദേശി ഷിഗിൻലാൽ എന്നിവരാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന ഒരാളെ ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റൊരാളെ വടകരയിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അതേസമയം വാനിലുണ്ടായിരുന്ന 9 പേർ പരിക്കുകളോടെ വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും മോഷണം പോയ 13 പവൻ സ്വർണ്ണദണ്ഡ് കണ്ടെത്തി. ക്ഷേത്രവളപ്പിലെ മണലിൽ നിന്നുമാണ് സ്വർണം കണ്ടെത്തിയത്. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് സ്വർണം ലഭിച്ചത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വാതിൽ സ്വർണം പൂശുന്നതിന്റെ പണികൾ നടക്കുന്നതിന്റെ ഭാഗമായി 7-ാം തീയതി തിരികെ സ്ട്രോങ് റൂമിൽ വെച്ച സ്വർണം 10-ാം തീയതി തുടർ നിർമ്മാണത്തിനായി എടുക്കുമ്പോഴാണ് 107 ഗ്രാം തൂക്കം വരുന്ന ഒരടിയോളം നീളമുള്ള സ്വർണ്ണദണ്ഡ് കാണാതായതായി ശ്രദ്ധയിൽപ്പെടുന്നത്. ക്ഷേത്രം അധികൃതർ നൽകിയ പരാതിയിൽ ഫോർട്ട് പോലീസ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചും അല്ലാതെയും നടത്തിയ പരിശോധനയിലാണ് വൈകുന്നേരത്തോടെ മണ്ണിനടിയിൽ നിന്നും മോഷണം പോയതായി കരുതിയ സ്വർണ്ണദണ്ഡ് തിരികെ കിട്ടിയത്. വൈകുന്നേരം 5 മണിക്ക് മാനുവൽ സെർച്ച് സമയത്ത് നമുക്ക് ആ സാധനങ്ങൾ കിട്ടി. എല്ലാ ആൾക്കാരുടെ ഒരുമിച്ച് ചെയ്ത കോർഡിനേഷൻ എഫേർട്ട് അകത്ത് ആ മോഷണം പോയ കമ്പി ശരിക്കും മോഷണമില്ല. ഇറ്റ് വാസ് എ മിസ്പ്ലേസ്ഡ് വൈൽ പുട്ടിംഗ് ഇൻസൈഡ് ദ സ്ട്രോങ് റൂം. സോ അങ്ങനത്തെ ആ കമ്പി നമുക്ക് എല്ലാം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. CCTVയുടെയും പോലീസിന്റെയും കനത്ത സുരക്ഷയിലാണ് സ്വർണം സ്ട്രോങ് റൂമിൽ നിന്നും എടുക്കുകയും തിരികെ വെക്കുകയും ചെയ്യുന്നത്. പോലീസ് ഉൾപ്പെടെ 7ഓളം പേർ സ്വർണം എടുക്കുമ്പോഴും അളന്നു തിട്ടപ്പെടുത്തി തിരികെ വെക്കുമ്പോഴും ഉണ്ടാകും. തുണിയിൽ പൊതിഞ്ഞുകൊണ്ടുപോയ സ്വർണം എങ്ങനെ മണ്ണിനടിയിൽ നഷ്ടപ്പെട്ടു എന്നത് സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് തിരുവനന്തപുരം DCP നകുൽ രാജേന്ദ്ര ദേശ്മുഖ് അറിയിച്ചു. എങ്ങനെ മിസ്സായി, അവിടെ എങ്ങനെ അത് താഴെ വീണു, അതിൻ്റെ അകത്ത് ബാക്കി എന്തെങ്കിലും റീസൺസോ എന്തെങ്കിലും വേറെ ആംഗിൾ ഉണ്ടാകുന്ന നമ്മളെല്ലാം നോക്കുന്നുണ്ട്. പോലീസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 ദിവസമായി തുടർന്നു വന്ന തിരച്ചിലിനൊടുവിലാണ് നഷ്ടപ്പെട്ടതായി കരുതിയ സ്വർണ്ണദണ്ഡ് തിരികെ ലഭിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അമൃത യുവധർമ്മധാരയുടെ നേതൃത്വത്തിൽ എടപ്പാൾ കുറ്റിപ്പാല അമൃതാനന്ദമയി മഠത്തിൽ സഹവാസ ക്യാമ്പ് നടത്തി. തളരാതെ തളിർക്കാം എന്ന പേരിൽ നടത്തിയ ക്യാമ്പ് മഠാധിപതി സ്വാമിനി അതുല്യാമൃതപ്രാണ ഉദ്ഘാടനം ചെയ്തു. പ്രമോദ് ഐക്കരപ്പടി, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ പ്രമോദ് PP എന്നിവർ ക്ലാസ് എടുത്തു. ക്ലാസുകൾക്ക് പുറമെ കളികൾ, കലാപരിപാടികൾ എന്നിവയും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. പത്തനംതിട്ട മല്ലപ്പള്ളി മാതാമൃതാനന്ദമയി മഠത്തിന്റെ 15ാമത് വാർഷിക ആഘോഷിച്ചു. മഠാധിപതി സംപൂജ്യ സ്വാമിനി ഭവ്യാമൃതപ്രാണ ഭക്തിസാന്ദ്രമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നിർമ്മൽ ജ്യോതി പബ്ലിക് സ്കൂൾ ചെയർമാൻ ഡോക്ടർ ഗോപാൽ K. നായർ അധ്യക്ഷത വഹിച്ചു. ABVP സംസ്ഥാന ഉപാധ്യക്ഷൻ അരുൺ മോഹൻ, മല്ലപ്പള്ളി സത്സംഗ സമിതി കാര്യദർശിനി ഉണ്ണികൃഷ്ണൻ നായർ, മധുസൂദനൻ മാന്താനം, ശോഭന ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് ധന്വന്തിരി ഹോമം, ഭജന, ആരതി, പ്രസാദ വിതരണം, അന്നദാനം എന്നിവ നടത്തി. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച IPL മത്സരങ്ങൾ ഉടൻ പുനരാരംഭിക്കും. വെടിനിർത്തൽ ധാരണയായതോടെ IPL മത്സരങ്ങൾ പുനരാരംഭിക്കാൻ BCCI തീരുമാനിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. മെയ് 15 അല്ലെങ്കിൽ 16 മത്സരങ്ങൾ പുനരാരംഭിക്കാൻ BCCI ആലോചിക്കുന്നത് എന്നാണ് വിവരം. ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ പാതി വഴിയിൽ ഉപേക്ഷിച്ച പഞ്ചാബ് ഡൽഹി മത്സരം വീണ്ടും നടത്താനും BCCI തീരുമാനിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം കൂടി നിർണായകമാകും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.